പടം സൂപ്പർ സിനിമയാണ്. ഈ സിനിമ 100 കോടി എന്തായാലും അടിക്കും. നല്ല സിനിമയാണ്. നല്ല മൂവി, ഹിറ്റാവുന്നൊരു മൂവിയാണ്. പടം കണ്ടപ്പോൾ എനിക്കങ്ങ് എന്താ പറയുക, കണ്ണങ്ങ് നിറഞ്ഞു പോയി. എനിക്കും അതേ പറയാനുള്ളൂ. പക്ഷേ എന്നാലും മനുഷ്യന്മാർ നന്നാവും. പടം ഗംഭീരമാണ്. നമുക്ക് എവിടെ ചെന്നാലും പറയാം നമ്മൾ മലയാളിയാണെന്ന് ഉറച്ചു പറയും. അതുപോലത്തെ ഒരു മൂവിയാണ്. എല്ലാവരും കാണേണ്ട സിനിമയാണ്. അത് മലയാളിയും കാണേണ്ട സിനിമ താനെ, അത് മലയാളി ഫ്രം ഇന്ത്യ താനേ. പണ്ടത്തെ ഒരു ലവ് ആക്ഷൻ ഡ്രാമയിൽ കിട്ടിയ സാധനം പുള്ളിയുടെ ഇപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് ചെയ്തേക്കുന്നത്. നീ തിരിച്ചു വന്നിരിക്കുകയാണ്. കുറേ നാൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന്. അടിപൊളിയായിരുന്നു. കിട്ടിലാണ്. ഞാനും അടിപൊളിയായിരുന്നു. നീ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു കംബാക്ക് സെറ്റപ്പാണ്. അടിപൊളിയാണ്. നല്ല മൂവിയാണ്. ലാഗ് അങ്ങനെയൊന്നുമില്ല. എൻ്റർടൈനിങ് ആണ്. ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഹാഫിലെ മെയിൻലി ത്രൂ ഔട്ടിലെ നിവിനാണ്. നിവിൻ്റെ പെർഫോമൻസ് സൂപ്പറാണ്. നിവിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. സിനിമ പൊളിറ്റിക്കലാണോ? സിനിമ പൊളിറ്റിക്കലാണ്, റിലീജിയസ് ആണ്, എന്നാൽ കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാ എലമെന്റ്സും ഉണ്ട്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. പക്ഷേ എന്താണ് പറയുന്നത്, നല്ല മെസ്സേജ് ഉണ്ട്. തിരിച്ചുവരവാണ്. എന്തോ സിനിമ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് കോമഡി മാത്രമേ ഉള്ളൂ. ഇത് കോമഡി സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. മലയാളികൾക്ക് ഒട്ടേറെ അഭിമാനിക്കാനുള്ള മുഹൂർത്തങ്ങളുള്ള ചിത്രം. മലയാളി നമ്മുടെ നിവിൻ പോളി ഒരു നായകൻ എന്നുള്ള നിലയിൽ തിരിച്ചു വന്നൊരു ചിത്രം കൂടിയാണ്. പടം നല്ലതായിട്ട്, നല്ല സിനിമ, നല്ല കാണാനുള്ള സിനിമ, നല്ല അഭിനയം. ഇഷ്ടപ്പെട്ടോ? അടിപൊളി പടം. എങ്ങനെയുണ്ടായിരുന്നു അഭിനയിച്ചിട്ട്? നല്ല രസമുണ്ട്. അടിപൊളിയായിരുന്നു. നിവിനായിട്ടൊരു ഇഷ്ടമായോ അതോ ധ്യാനിന് ഇഷ്ടമായോ? അങ്ങനെ പറയാം, രണ്ടുപേരും എല്ലാവരും ഇഷ്ടം. എല്ലാവരും എങ്ങനെയുണ്ട് പടം? പടം മോട്ടിവേഷനാ. ആദ്യം നമുക്ക് തോന്നില്ല, ഒരു സാധാരണ ഒരു പടം പോലെ തോന്നും. പിന്നെ ട്രാക്കിൽ നിന്ന് മാറും. നിവിനായിട്ടിന്റെ ധ്യാനിന്റെയും കോംബോ ഇഷ്ടമായോ? ആരാ സ്കോർ ചെയ്ത്? രണ്ടുപേരും നല്ലോണം സ്കോർ ചെയ്തു ഒരുമിച്ച്. കോമഡിയാണ്. കോമഡി ഉണ്ട്. നമ്മൾ മാറുന്നത് മനസ്സിലാവില്ല, ചേഞ്ച് ആവുന്നത് മനസ്സിലാവില്ല. ഞാൻ നിവിൻ പോളിയുടെ ചെറുപ്പം ചെയ്തതാണ്. പടം നന്നായിട്ടുണ്ട്. നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ള നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പാകിസ്ഥാനിയായിട്ട് അഭിനയിക്കുന്ന നടൻ. ഹിന്ദി നടൻ ആരാന്ന് എനിക്കറിയില്ല, പക്ഷേ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഒരു സീരിയസ് മൂവിയാണ്. നല്ല മൂവി, ഹിറ്റാവുന്നൊരു മൂവിയാണ്. പുള്ളിയുടെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന എല്ലാ പടത്തിലും ഡയറക്ടറുടെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന പോലെ ഒരു സിനിമ തന്നെയാണിത്. അതിനേക്കാളും വളരെ വേറെ രീതി പുള്ളി കുറച്ച് കോമഡി ട്രെൻഡ് ഇതിനകത്ത് കൂട്ടി. ലാസ്റ്റ് കുറച്ചുകൂടെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ ഇത് സീരിയസ്നെസ് ഉണ്ട് എങ്കിലും കൂടുതൽ കോമഡി മിക്സ് ചെയ്ത് നമുക്ക് അറിയിക്കുന്ന രീതിയിൽ സന്ദേശം സിനിമയൊക്കെ പോലെ തന്നെ കോമഡിയിലൂടെ രാഷ്ട്രീയം പറയുന്ന ഒരു ടൈപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പടമല്ല, കുടുംബം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സാധനം. ഞാൻ പറയില്ല, ഒരു അവിയൽ ടൈപ്പായിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നിവിൻ പോളി വീണ്ടും തിരിച്ചു വന്ന ഒരു നല്ല രീതിയിൽ പടം. പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസൻ്റെ എടുത്തു പറയുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടെ അതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സും വളരെ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പടം സൂപ്പർ സിനിമയാണ്. ഒരു അച്ഛൻ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഉപദേശമാണ് ആ സിനിമയിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിലത്തെ മ്യൂസിക്കും ഡിജോ ജോസ് സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന പടം സൂപ്പർ പടം. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത് ഈ സിനിമ 100 കോടി എന്തായാലും അടിക്കും. അത്ര അഭിനയമാണ് നിവിൻ പോളിൻ്റെ. അതുപോലെ തന്നെ മഞ്ജു ചേച്ചീൻ്റെ നല്ല അഭിനയമാണ്. നമുക്ക് എന്തായാലും ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് കണ്ണീർ വെള്ളം വന്നു. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതുപോലെ തന്നെ ഇത് അതിലത്തെ മ്യൂസിക്കും സൗണ്ടും പിന്നെ ലൊക്കേഷൻ ഏരിയയെല്ലാം വെരി സൂപ്പർ നൈസാണ്. ഇത് ഈ സിനിമ നിവിൻ പോളി കത്തി തന്നെ പാറുകയാണെന്ന് പറയാം. സൂപ്പർ സിനിമയാണ്. നല്ല സിനിമയാണ്. ഡിജോ ജോസ് ആൻ്റണിയുടെ കരിയറിൽ മുൻപത്തെ ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ജനഗണമനയായാലും ക്യൂനായാലും ഒരു സോഷ്യൽ സറ്റയർ വിഷയങ്ങൾ പുള്ളി കൈകാര്യം ചെയ്തിട്ട് ഈ പടത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആൾക്കാർ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഈ മലയാളികൾ നാട്ടുകാരെ കളിപ്പിക്കുക, പറ്റിച്ചു പോകാമെന്നാണ്. പക്ഷേ ഇത് മലയാളികൾ എന്താണെന്ന്, ലോകത്തുള്ള മലയാളികളുടെ ഒരു ഫീലാണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളത്. സൗഹാർദ്ദത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രം. നമ്മൾ ഹിന്ദിയിൽ ബജ്രംഗി പൈച്ചാൻ കണ്ടിട്ടുള്ള പോലെ മലയാളത്തിൻ്റെ ബജ്രംഗി പൈച്ചാൻ എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിത്രത്തിൻ്റെ സ്പോയിലർ. ഒരു ഫസ്റ്റ് ഹാഫിൽ ഉടനീളം കോമഡി സെറ്ററാണ്. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പാർട്ടികൾക്കിട്ട് അത്യാവശ്യം നല്ല കൊട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് തൊട്ട് ഷാരിസ് മുഹമ്മദ് പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ തൊപ്പിയും വയ്ക്കും, കാവി ഉടുക്കും. നമ്മുടെ സൗഹാർദ്ദത്തിന് വട്ടം നിൽക്കാനായിട്ട് വേറെ ഒരു
സംസ്ഥാനവുമില്ല. ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാരാണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും സൗഹാർദ്ദത്തിൻ്റെ കഥയാണ്, ഓരോ മലയാളിയുടെയും അഭിമാനത്തിൻ്റെ സിനിമയാണ്. മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ജേക്സ് ബിജോയ് BGM ആയാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കഥാപാത്രങ്ങൾ, ഓരോ കഥാപാത്രങ്ങളെ കയറി നിവിൻ ചേട്ടനാണെങ്കിലും അതുപോലെ ധ്യാനായാലും പിന്നെ മഞ്ജു ചേച്ചി നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിരക്കഥ പുള്ളി പറഞ്ഞ പോലെ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്ന തിരക്കഥയാണ്. നല്ല സിനിമ, മലയാളികൾ എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ തമാശയുണ്ട്, ഇമോഷൻസ് ഉണ്ട്, സൗഹാർദ്ദമുണ്ട്, എല്ലാം ഉണ്ട്. നല്ല സൂപ്പർ പടം. കോമ്പോ നല്ല നിവിനും ധ്യാനും ഉള്ള കോമഡിയൊക്കെ രണ്ടുപേരും ഒരുപോലെ കോമഡിയാവും. അനശ്വര അവരൊപ്പം തന്നെ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട ആ ഒരു കോംബോ തന്നെയായിട്ടാണ് പോകുന്നത്. പിന്നെ ഇത് ഭയങ്കര രസമാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സീരിയസ് ആണ്, വേറെ ലെവല് രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്ന സിനിമയാണ്. കയ്യടികളാണ് ഇൻ്റർവ്യൂവിന് ശേഷം ഫുള്ള് ഓരോ സീൻ വരുമ്പോഴും കയ്യടികളാണ്. നല്ല മൊത്തത്തിൽ പടം വർക്കായി, ഭയങ്കര രസമുണ്ട് പടം. കുറച്ച് ഇമോഷണലാക്കി, കുറച്ച് ഗൂസ് ബംസ് അടിച്ചു. പടം ഓവറോൾ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ധ്യാൻ്റെ നിവിൻ്റെ കോംബോ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിവിൻ പോളിയുടെ പെർഫോമൻസ്, അതിൻ്റെ റിയാക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. പടം നല്ല വിഷ്വലാണ്. ഇത് കയറാൻ ചാൻസ് കൂടും. അങ്ങനെ പറയേണ്ട കാര്യത്തില്ല. ഞാൻ പടം കണ്ടപ്പോൾ എനിക്കങ്ങ് എന്താ പറയുക, കണ്ണങ്ങ് നിറഞ്ഞു പോയി. നിവിൻ പോളിയുടെ ആ പെർഫോമൻസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പഴയത് പുതിയതല്ല നിവിൻ പോളി വേണ്ട, നമുക്കൊരു നിവിനൊരു ആ ഒരു പേഴ്സണാണ് വേണ്ട പുള്ളിയുടെ. പിന്നെ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ നായക നിരയിലേക്കുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ്. നിവിൻ തന്നെയാണ്. കാരണം ലീഡിങ് കഥാപാത്രമായിട്ട് അദ്ദേഹമാണ് ഉള്ളത്. എന്തായാലും ധ്യാനൊട്ടും മോശമല്ല. അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ കൂടി അവരെല്ലാവരും ഉള്ളവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് വിഷയങ്ങളെ തമാശയുടെ രൂപേണ കാണിച്ച സംവിധായകനെ അതിനെ കയ്യടി അറിയിക്കുന്നു. നല്ലൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും നിവിൻ പോളിയുടെ നായക നിരയിലേക്കുള്ളൊരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ്. മലയാളി ഫ്രം ഇന്ത്യ പടം എന്തുകൊണ്ട് ഒരു തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കോമഡി എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഹാഫ്. അത് ഈ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗ്രാമങ്ങളിൽ, അതായത് ഒരു പണിയും കൂടില്ലാണ്ട് പാർട്ടിയുടെ പിറകിൽ കയറുന്ന അങ്ങനത്തെ 2 ചെറുപ്പക്കാർ. ഒറ്റ പാർട്ടി മാത്രമല്ല, ഇതിൽ 3 പാർട്ടീനെയും അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര വൾഗറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയാണ് പടത്തിൻ്റെ കഥയെ മാറുന്നു. അതായത് ഇപ്പം എന്താ പറയുക, ഒരു ആടുജീവിതം ആ ഒരു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആടുജീവിതം പോലെ ഒരു സീരിയസ് കഥയല്ല. ഞാൻ വിചാരിക്കുന്നത് മെലിഞ്ഞ വല്ലതും വരും. അതെ, പക്ഷെ ആടുജീവിതം പോലെ ഒരു സീരിയസ് കഥയല്ല, ഇത് കോമഡി. അതായത് ശരിക്കും എങ്ങനെ വിദേശത്ത് അത് എൻജോയ് ചെയ്ത് ചെയ്യാവുന്നൊരു ജോലി പോലെ എനിക്ക് തോന്നുന്നു. ആടുജീവിതത്തിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ പടം. അതെ, അത് ഫസ്റ്റ് ഹാഫിലാണ് മെയിനായിട്ടും അവരുടെ കോമ്പിനേഷൻ വന്നത്. അതൊക്കെ കോമഡി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് വന്നപ്പോൾ നിവിൻ പോളിയുടെ ഗംഭീര പ്രകടനം സൂപ്പറായിരുന്നു. രണ്ടുപേരുടെയും കോംബോയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് സൂപ്പറായിരുന്നു. ഒന്നും പറയാനില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് രണ്ടുപേരും ഒരേപോലെയാണ്. രണ്ടുപേരുടെ കോംബോയാണ് ഇവിടെ സൂപ്പറായിരിക്കുന്നത്. നല്ല രൂപ ചോദിക്കണം, പടം കണ്ടോ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, എങ്ങനെയുണ്ടെന്ന് എന്നോടല്ല ചോദിക്കേണ്ടത്. പടം ഒരു സെക്കൻഡ് ഷോ തേർഡ് ഷോയിൽ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട് ചോദിക്കണം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ സിനിമ ഞാൻ നല്ലതാണെന്ന് ഓഫ്കോഴ്സ് എത്രയല്ലേ പറയും. പിന്നെ തീരെ മോശമാണെങ്കിൽ അങ്ങനെ മോശമാണെന്നും പറയാൻ പഠിക്കാത്ത ഒരാളാണ് ഞാൻ പറയും മോശമാണെങ്കിലും ശരിയായിരുന്നു. പക്ഷേ ഇതൊരു എനിക്ക് തോന്നുന്നു കണ്ടിറങ്ങിയതിൽ ആൾക്കാരിൽ പല അഭിപ്രായങ്ങളാണ്. അതായത് ചിലവർക്ക് ഇൻ്റർവൽ വരെ ഇഷ്ടപ്പെട്ട, ചിലവർക്ക് ഇൻ്റർവലിന് ശേഷമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ പടം മൊത്തത്തിൽ നല്ല രസം. മീൻസ് കുറേ നമ്മളുടെ ഉള്ളിലുള്ള എന്താ പറയുക, ഇതൊക്കെ ഉണരും, ഒരു മനുഷ്യത്വം ഉണരും. ഇപ്പോൾ രാജ്യത്തിനോട് സ്നേഹമുണ്ട്, പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യ
ഒന്നുമല്ല, മനുഷ്യത്വമാണ് വലുതെന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. സോ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. എനിക്കും അതേ പറയാനുള്ളൂ. പക്ഷേ എന്നാലും മനുഷ്യന്മാർ നന്നാവും. ഓക്കെ, കഴിഞ്ഞില്ലേ? എന്തോ എല്ലാ പടത്തിനും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണല്ലോ ചെയ്യുന്നത്. തെറ്റാണോ? അല്ലല്ല, തെറ്റല്ല. ഇത് മഞ്ജു ചേച്ചി തെരഞ്ഞെടുക്കുന്നതാണോ അതോ കയ്യിലോട്ട് എത്തുന്നതാണോ? കയ്യിലോട്ട് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരും, അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിലെത്താതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് 8-10 സ്ക്രിപ്റ്റ് വരുന്നതിൽ നിന്ന് ഒരു 2-3 ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ മൺമറഞ്ഞു പോയിട്ടുള്ള KPSC എഴുതുന്നതിനൊക്കെ ആ റേഞ്ചിലേക്ക് മഞ്ജു ചേച്ചി എത്തുന്നു പറഞ്ഞാൽ അത് ശരിയാണോ? അത് ഞാനല്ല പറയേണ്ടത്. അത് കേൾക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും എന്താ പറയുക, ഒരു അമ്മയെ പോലെ കാണുകയും ഒക്കെ ചെയ്ത ഒരു നടിയും ഒരു മനുഷ്യ വ്യക്തിത്വമാണ് ശ്രീമതി KPSC എഴുതുന്നത്. ഞാൻ അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞ് കേൾക്കുന്നതന്നെ വളരെ സന്തോഷം. പക്ഷേ എഴുതാമ വേറെ ലെവലാണ്. അവിടെ നിർത്താൻ പടം ഗംഭീരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമ അറിയാലോ, നല്ലൊരു മൂവിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചൊരു മൂവിയാണ്. ഇതും ഹിറ്റാവുന്നു, അതുപോലെ തന്നെ ഹിറ്റായി. നിവിൻ പോളിക്ക് പഴയ കാലങ്ങൾ ചെയ്ത വേഷങ്ങളെക്കാളും ഇതൊരു പൊൻതൂവൽ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രം. കാരണം നമുക്ക് ഓരോ രംഗങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്ന കുറേ രംഗങ്ങളുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ആടുജീവിതത്തിൻ്റെ ഓർമ്മ വന്നു, വേറെ നല്ല മരുഭൂമി കാണിച്ചപ്പോൾ. പിന്നെ നമ്മൾ ആ കൊറോണ കാലത്ത് നമ്മൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമ കണ്ടപ്പോൾ നമുക്കൊരു വേദന തോന്നി. ആ കാലഘട്ടം നമുക്ക് അനുഭവിച്ച് നമ്മൾ അറിയാലോ, അതെല്ലാം മലയാളീസ് മറന്നുപോയി. എന്നിട്ട് വീണ്ടും അഹങ്കാരത്തിലേക്ക് പോയി. പക്ഷേ അത് കാണിക്കാനാണ് വീണ്ടും കൊറോണ കാലം ഒന്ന് കാണിച്ചത്. പിന്നെ പാട്ടാണെങ്കിലും നല്ല പാട്ടുകളാണ്. ഒപ്പം അഭിനയിച്ച ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ട് അദ്ദേഹത്തിന് വേഷം കൈകാര്യം ചെയ്തു. പിന്നെ നമുക്ക് എവിടെ ചെന്നാലും പറയാം നമ്മൾ മലയാളിയാണെന്ന് ഉറച്ചു പറയും. അതുപോലത്തെ ഒരു മൂവിയാണ്, എല്ലാവരും കാണേണ്ട സിനിമയാണ്. എല്ലാ മലയാളിയും കാണും. കാരണം ഇതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ ചേരുവയുണ്ട്. കാരണം നമ്മൾ പടം തുടങ്ങി വരുമ്പോൾ ഇത് എവിടെയാണ് അവസാനിക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഓരോ രംഗങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത എത്ര നിലവാരമായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ ടീം തന്നെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് ക്യാമറ, മ്യൂസിക്, സ്റ്റണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു എന്തോ അത് രണ്ടുപേരും 2 വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സ് അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. പിന്നെ നിവിൻ പോളി മരുഭൂമിയിലെ കുറേ കാര്യങ്ങളൊക്കെ നിവിൻ പോളിയാണ് ചെയ്തിരിക്കുന്നത്, ആ ക്യാരക്ടർ ബേസ് ചെയ്ത് പോയത്. എങ്കിലും ഫോൺവിളിയോട് അവർ തമ്മിലുള്ള ഒരു കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു മൂവി. മഞ്ജു ചേച്ചിക്ക് അടിപൊളിയായിട്ട് അഭിനയിച്ചു. ചേച്ചി സൂപ്പർ. എന്തായാലും ചേച്ചിയുടെയൊക്കെ പെർഫോമൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നൊരു പെർഫോമൻസ് ആയിരുന്നു. ചേച്ചിനെ അറിയാലോ, നല്ല സൂപ്പർ. പടം തെറ്റില്ല. ലിജോൻ്റെ ഒരു ജനഗണമന കഴിഞ്ഞിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതിൽ എനിക്ക് തോന്നിയത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹം അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നുള്ള ഒരു തീമിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഏതായാലും അത് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടുള്ള മറ്റൊരു കഥാപാത്രം നമ്മളിപ്പോൾ കാണുന്നു. പിന്നെ ധ്യാൻ്റെ അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ മഞ്ജുപിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അമ്മ കഥാപാത്രം. പടം ഡിജോ ആൻഡ് ഷാരിഷ് വരുമ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു വിശ്വാസം പടം മോശമാവില്ല എന്നുള്ളത്, അത് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ധ്യാൻ ആൻഡ് ലൈക്ക് നിവിൻ കോംബോ നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. കൂടുതലും ഒരു കോമഡി പടമാണെന്ന് വിചാരിച്ച് വരില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ട്രെയിലറാണ് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ട് കോമഡി പടം. കോമഡി പടമല്ല, കോമഡി കുറച്ചുണ്ട്, അത് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒട്ടും കുറച്ച് കോമഡിയും കുറേ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ മോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് കുറേ സീൻസൊക്കെ അത്യാവശ്യം രോമാഞ്ചം വരുന്നതാണ്. സോ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സെക്കൻഡ് ഹാഫ് ആ ഒരു മീറ്ററിലാണ് പോകുന്നതാണ്. ബട്ട് ഫോർ എ ചേഞ്ച് സ്ഥിരം ഡിജോ പാറ്റേണിൽ നിന്ന് മാറി ഒരു ഇമോഷണൽ ട്രാക്കാണ് പഠിച്ചിരിക്കുന്നത്. ഒരു പാകിസ്ഥാനി ആരും ഇന്ത്യയിൽ നിന്ന് വന്നൊരു മലയാളി നമ്മളുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത് നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. ഒരു ഇമോഷണൽ ട്രാക്ക് നന്നായി വർക്കൗട്ടായി. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നല്ലൊരു മെസ്സേജ് ആയിരുന്നു, പഠിത്തം അതിനെപ്പറ്റി ഇമ്പോർട്ടൻസ് ഉള്ളത്. മൊത്തത്തിൽ നമുക്കൊരു കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. അത് മലയാളിയും കാണേണ്ട സിനിമ താനെ, അത് മലയാളി ഫ്രം ഇന്ത്യ താനേ. നിവിൻ പോളിയുടെ വിജയഗാഥയാട മച്ചാന്മാരെ. അപ്പോൾ നിവിൻ പോളിയുടെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് മലയാളി ഫ്രം ഇന്ത്യ. കാരണം പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവിൻ്റെ മികച്ച നിർമ്മാണം ഈ സിനിമയ്ക്ക് വർക്കൗട്ടായി പോയിട്ടുണ്ട്. കാരണം ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തണമെങ്കിൽ അത് നിർമ്മിക്കാനുള്ള ആൾ വേണം. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ഗംഭീരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഈ മലയാളി ഫ്രം ഇന്ത്യ, കൈയടി അർഹിക്കുന്നു. പിന്നെ ജനഗണമനയ്ക്ക് ശേഷം നമ്മുടെ ഡിജോൻ്റെ മികച്ച ഡയറക്ഷനും വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ കൃഷ്ണ എന്ന പാട്ടൊക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനസർ രാജൻ ചേച്ചി മികച്ചതായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് ഗസ്റ്റ് റോളാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ അഭിനയം നിർത്തുക തന്നെയാണ്. അപ്പോൾ അനസർ രാജൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
അപ്പോൾ ത്രൂ ഔട്ടായിട്ട് വരുന്നത് നമ്മുടെ മഞ്ജു പിള്ളയൊക്കെ താർത്താടിയിട്ടുണ്ട്, രമേശ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ നമ്മുടെ ധ്യാൻ ചേട്ടൻ നല്ല രീതിയിൽ തന്നെ ഒരു കൂട്ടുകാരൻ്റെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ധ്യാൻ ചേട്ടനും നമ്മുടെ നീം ചേട്ടനും താർത്താടിയെന്ന് തന്നെ പറയാം മലയാളി ഫ്രം ഇന്ത്യ.